ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് ഞാൻ കുറച്ച് നല്ല ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ചീർപ്പ്. അപ്പോൾ അതിനകത്ത് എപ്പോഴും നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മൾ മുടിയിലെ അഴുക്കൊക്കെ അതിൽ പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സ്പ്രേ ആണ് അതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു പഴയ ബ്രഷ് എടുത്ത് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അല്ലെങ്കിൽ കുറച്ച് വാസലിനായാലും അപ്ലൈ ചെയ്താൽ മതി. വാസലിനേക്കാളും നന്നായിട്ട് പെട്ടെന്ന് തന്നെ അഴുക്ക് മാറി കിട്ടുന്ന ഈ സ്പ്രേ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ക്ലീൻ ആക്കുമ്പോഴാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി. നമുക്ക് ചീർപ്പ് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം വേണം നമുക്കൊന്ന് കഴുകിയെടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താലും മതിയാവും. ഞാനിവിടെ നന്നായിട്ടൊന്ന് കഴുകിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സ്പ്രേയുടെ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് പൗഡറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൗഡർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി. ചീർപ്പ് നല്ല പുതിയതുപോലെ ഇരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചീപ്പൊക്കെ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി ഇടയ്ക്കൊക്കെ. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സാധനമാണ് സോക്സ് അല്ലേ. കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും സോക്സൊക്കെ നമ്മൾ പഴയതായി കഴിഞ്ഞാൽ വെറുതെ കളയാണ് പതിവ്. അപ്പോൾ ഇനി ആരും കളയണ്ട. ഇതുപോലെ നമുക്ക് ഒരുപാട് ടിപ്സുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആ ചീർപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് അഴുക്ക് കാണും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് തൂത്തെടുക്കാൻ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം അതിലോട്ടൊന്ന് സ്പ്രേ പോലെ അടിച്ചു കൊടുത്തിട്ട് ആ വെള്ളത്തിൽ ഒന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലെ അഴുക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളല്ലെങ്കിൽ നമ്മൾ തുണിയൊക്കെ ഇട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കൊക്കെ മാറാൻ നല്ല പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു സോക്സ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചീപ്പ് അതിനകത്തിട്ടിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞതോ, ഞാൻ ഇതുപോലൊരു ചെറിയൊരു കമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു വൈപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. വൈപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ചെറിയ കമ്പെടുത്തിട്ടായാലും നമുക്കിതുപോലെ ഒന്ന് ആ ഒരു സോക്സ് നമുക്കൊന്ന് കയറ്റി കൊടുത്താൽ മതി കേട്ടോ. വേണമെങ്കിൽ 2 എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കിതുപയോഗിച്ച് നമുക്ക് തറയൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ പൊടിയൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ മുടി അതൊക്കെ ആയാലും നമ്മളല്ലാതെ തുടച്ചെടുക്കുമ്പോൾ ചില സമയത്ത് മുടിയൊക്കെ അവിടെ തന്നെ കിടക്കും. നമ്മൾ ചൂല് കൊണ്ട് തൂത്തൊക്കെ എടുത്താലും ഉണ്ടല്ലോ, മുടിയൊക്കെ പാറാൻ നല്ല പാടായിരിക്കും. ഇതുണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇത് വെച്ച് തുടയ്ക്കുമ്പോൾ നല്ല രീതിയിൽ പൊടിയും അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ മാറി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഈ ഒരു സമയത്ത് നമ്മൾ എന്തായാലും ഫോണൊക്കെ വരാൻ പോലെ, അപ്പോൾ എല്ലാവരും വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രീതിയിൽ പൊടിയൊക്കെ മാറി നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു ടിപ്പാട്ടോ ഇത്. സോക്സ് വെച്ച് ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുത്താൽ മതി. നല്ല രീതിയിൽ അഴുക്കൊക്കെ മാറാൻ സഹായിക്കും. ഇവിടെ നന്നായിട്ട് എല്ലാവരുടെയും നമ്മൾ മുടിയൊക്കെ ഒരുപാട് വീഴുമല്ലോ. നമ്മൾ എത്ര തൂത്താലും അത് ചില സമയത്ത് അത് പോകാൻ നല്ല പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലൊരു മാറ്റം കിട്ടും. മുടിയൊക്കെ അതിൽ പിടിച്ചിരിക്കും കേട്ടോ. ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് തന്നെ അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് തൂത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ അകത്തെ ആ അഴുക്കൊക്കെ ഉണ്ടോ, എല്ലാം നല്ല അഴുക്കും അതിൽ പറ്റി പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. പുറത്തോട്ടൊന്നും പോയിട്ടില്ല, അത് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ആരും സോക്സ് ഒന്നും കളയണ്ട. ഇതുപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാം. വീട് ഫുള്ളായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഇഷ്ടമാകുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.